ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ദിവസമാണ്. അഖില ലോക മിഷൻ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഈശോയ്ക്ക് വേണ്ടി ജ്വലിക്കുന്ന ഹൃദയവുമായി എനിക്ക് ആത്മാക്കളെ തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടന്ന ഒരു മനുഷ്യൻ. ഇന്ന് ആ മനുഷ്യനെ പ്രത്യേകമായിട്ട് ഓർക്കുമ്പോൾ നിന്റെ മിഷൻ സ്പിരിറ്റിനെ കുറിച്ച് കൂടി ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഈശോ അപ്പോസ്തലന്മാരെ അയക്കുന്നത് ഇപ്രകാരമാണ് സുവിശേഷത്തിൽ കാണുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 3-ാം തിരുവചനം. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോകുക, ഞാൻ നിങ്ങളെ അയക്കുക. അപ്പം ഈശോ അയക്കുന്നു, ശിഷ്യന്മാരാണ് പോകേണ്ടത്. ഇനി എങ്ങോട്ടാ? ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് പോകേണ്ടത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ. നീ മറ്റു ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ശക്തരായിരിക്കും, ചിലപ്പോൾ കടിച്ചു കീന്താനായിട്ട് നോക്കിയിരിക്കും. പക്ഷെ നീ കുഞ്ഞാടിനെ പോലെ പോകേണ്ടത്, സൗമ്യതയോടുകൂടി ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട്. പിന്നീട് ഈശോ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ 2 ഉടുപ്പെടുകളോ ഒന്നും കൊണ്ടുപോകരുതെന്നുള്ളതാണ്. ഈ കുഞ്ഞാടിനെ പോലെ നിഷ്കളങ്കതയോടുകൂടി ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറൊക്കെ ക്രിസ്തുവിനെ മാത്രം ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടന്നു എത്രമാത്രം ആത്മാക്കളെ നേടിയിട്ടുള്ളത്. വിശുദ്ധരെ രക്തസാക്ഷികളൊക്കെ ക്രിസ്തുവിനെ മാത്രം ഉള്ളിൽ കൊണ്ട് നടന്നവരാ. വേറെ ലോകത്തോടെല്ലാം വിട പറഞ്ഞവരാ. എത്രമാത്രം വ്യക്തികളിലേക്ക് ഇന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിനക്കൊരു ദൗത്യമുണ്ട്, അതൊരു മിഷൻ ദൗത്യമാണ്. നീ കുഞ്ഞാടിനെ പോലെ ആയിരിക്കണം. നിന്റെ ഉള്ളിൽ ക്രിസ്തു ആയിരിക്കണം നിറഞ്ഞു നിൽക്കേണ്ടത്. അവിടെ നിനക്ക് ആത്മാക്കളെ നേടുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നീ നൽകിയിരിക്കുന്ന ദൗത്യം, മിഷൻ ദൗത്യം, ആത്മാക്കളെ നേടുവാനുള്ള ദൗത്യം, മറ്റുള്ളവർക്ക് നിന്നെ പങ്കുവയ്ക്കാനുള്ള ദൗത്യം, അത് ഈ വ്യക്തിയെ നീ നിരന്തരം ഓർമ്മിപ്പിക്കണമേ. അതിന് വേണ്ടതായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ എല്ലാ കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു